ഒരു 4 ദിവസം മുൻപേ രാവിലെ തന്നെ അലാം വെച്ച് എഴുന്നേറ്റിട്ട് ഒരു ഫുഡ് ട്രയലിന് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആടെ എത്തി കൈയെല്ലാം കഴുകി ആടെ ഇരുന്നിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഇരുന്ന് കഴിക്കുന്നുള്ളൂ കേട്ടോ. ഒരു പൂരി പറഞ്ഞിട്ടുണ്ട്, ഒരു ചിക്കൻ സ്റ്റൂ പറഞ്ഞിട്ടുണ്ട്, ഒരു വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം പുട്ടും. അപ്പോൾ ആദ്യം തന്നെ ഒരു കഷ്ണം പൂരി അങ്ങോട്ട് കഴിച്ച് നോക്കിയിട്ടാണ് തുടങ്ങിയത്. അതിന് ശേഷം ലേശം ചിക്കൻ സ്റ്റൂ ആ വെള്ളയപ്പത്തിൻ്റെ ഏകദേശം കഞ്ഞി മൂലക്കായിട്ട് ആടെ ഒഴിച്ച് വെച്ചേ. ഇതൊരു ഫുഡ് ട്രയൽ ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഇതേതാ സ്പോട്ട് എന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും ഉറപ്പും പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ വെള്ളയപ്പവും ആ ചിക്കൻ സ്റ്റൂ കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ നല്ല വെള്ളയപ്പായിരുന്നു. പക്ഷേ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടല്ലോ ഇതിന് കുറച്ചൊരു ഓവർ സ്വീറ്റ്നെസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ആ കുരുമുളകിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെ എല്ലാം ഒരു പഞ്ചുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ലാക്കിങ് ആയിരുന്നേ. പിന്നെ ഈ പൂരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും നല്ല പൂരിയെല്ലാം കണ്ണൂർ കിട്ടുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സാധാരണ ഞാൻ കണ്ണൂരിൽ നിന്ന് കഴിക്കുന്ന പൂരിയെല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പൂരിയും വെള്ളയപ്പവും കഴിച്ചതിന് ശേഷം പതുക്കെ ഈ പുട്ടിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ. പുട്ടും അത്ര പോരേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പുട്ട് പൊടിയൊന്നും അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ നല്ലോണം തണുത്തിട്ടുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ചിക്കൻ സ്റ്റൂലുള്ള ചിക്കൻ ഉണ്ടല്ലോ നല്ല മുസ്തുവേനെ. അങ്ങനെ അതെല്ലാം അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഒരു ചൂട് ഹോർലിക്സും കൂടെ അങ്ങോട്ട് പൊടിപ്പിച്ച് കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ പോയത് കണ്ണൂർ ആയിക്കര കടപ്പുറത്തോട്ടാണ്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ലേശം വിലക്കുറവിൽ നല്ല മീൻ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിലക്കുറവൊന്നും ഉണ്ടാവലൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇവരും പറ്റിക്കലുണ്ട് കേട്ടോ. ഇടയ്ക്ക് കിട്ടുന്നവനൊക്കെ ചീന മീനെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് വാങ്ങിച്ചത് ഒരു കിലോ അയക്കൂറ വാങ്ങിച്ചു, പിന്നെ ഒരു 1/2 കിലോ വയലിയും പിന്നെ ഒരു 1/2 കിലോ നോങ്ങലുമാണ്. അതിനുശേഷം നേരെ വീട്ടിലോട്ട് പോയിട്ട് മീനെല്ലാം വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടാ. അങ്ങനെ ഒരു സ്പോട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. ഇപ്പം സമയം ഏകദേശം ഒരു 11:45 12 മണി ആയിട്ടുണ്ടാവുമേ. ഈ സ്പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ എന്തായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഇവർ കരിമ്പ് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നട്ടി ഡിലൈറ്റ് എന്ന് പറഞ്ഞ നട്ട്സും കരിമ്പും ജ്യൂസും കൂടെ ഒരുമിച്ച് വരുന്നവരായിട്ടാണ് ആദ്യം തന്നെ ആ വൈൻ ഗ്ലാസ്സിൽ ഒറ്റ വലിക്ക് ഞാൻ അങ്ങോട്ട് കുടിച്ചത്. അതിനുശേഷം ABC ജ്യൂസ് അങ്ങോട്ട് ഓർഡർ ചെയ്താട്ടാ. ABC ജ്യൂസ് അല്ല, ABC കെയിൻ. ABC ജ്യൂസ് എന്താണെന്ന് അറിയാത്തവരുണ്ട് ഇടാ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. A ഫോർ ആപ്പിൾ തന്നെ, B ഫോർ ബോളല്ല ബീട്രൂട്ടാണ്, ആൻഡ് C ഫോർ കാറല്ല ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസും പിന്നെ കരിമ്പിൻ ജ്യൂസും വരുന്നതാണ് ഇവിടുത്തെ ABC കെയിൻ. ഇതെല്ലാം കൂടി മിക്സിൻ്റെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ലേശം കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ചു തരും. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കുടിച്ചതിന് ശേഷം ഇവിടുത്തെ ഈ ഐസ്ക്രീം ബർഗർ അങ്ങോട്ട് ഓർഡർ ചെയ്തേ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നത്. നല്ല ചൂട് ക്രിസ്പി ബന്നിൻ്റെ അകത്ത് കരിമ്പിൻ്റെ സിറപ്പ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഫ്ലേവർ ചൂസ് ചെയ്യാം. പിന്നെ അവരുടെ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതൊരു 2 അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷം ആൻറ്റി ഏജിങ് കെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്ത് കേട്ടോ. ഇതിൽ പൈനാപ്പിളിൻ്റെ ആ ഒരു മധുരവും പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പുളിപ്പും ഉണ്ടല്ലോ, രണ്ടും ഇങ്ങനെ തോളോട് തോൾ ചേർന്നിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുവേ. അതിന് കുറച്ച് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല കരിമ്പിൻ്റെ ഫ്ലേവറും അടിപൊളിയും പിന്നെ നല്ല റിഫ്രഷിങ്ങും ആയിരുന്നേ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെയും ഒരു ഐസ്ക്രീം ബർഗർ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടുത്തെ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് ഓർഡർ ചെയ്തു. ഇത് അത്യാവശ്യം നല്ല പുളിപ്പുള്ള പച്ചമാങ്ങയും നല്ല എരിവുള്ള കാന്താരി മുളകും പിന്നെ കരിമ്പിൻ ജ്യൂസും കൂടെ ഒരുമിച്ച് വരുന്നൊരു ഇടിവട്ടായിട്ടായിരുന്നേ. അത് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചേരുണ്ടല്ലോ. എൻ്റെ ഈ അപ്പർ ലിപ്സ് ഉണ്ടല്ലോ, എന്താ ഇവിടെ അതിഭയങ്കരമായ ഒരു എരിവ് അനുഭവപ്പെട്ടിന് കേട്ടാ. പക്ഷേ ആ എരിവിന് ഒരു പ്രത്യേകതരം അനുഭൂതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് കുടിച്ചത് ഈ 5 ഇതളുള്ള ചെമ്പരത്തി പൂവേ ചൊല്ലൂ ദേവനെ നീ കണ്ടു എന്ന് പറയുന്ന ചെമ്പരത്തി പൂവും ഷുഗർ കെയിൻ ജ്യൂസും, അതായത് കരിമ്പിൻ ജ്യൂസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഹിബിസ്കസ് കെയിൻ ആയിരുന്നു. ചെമ്പരത്തിൻ്റെ കാര്യമില്ലായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം ഫ്ലേവേഴ്സ് വരുന്ന ഒരു ഐസ്ക്രീം ബർഗറും കൂടെ അങ്ങോട്ട് കഴിച്ചേ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫ് എന്നോട് ചോദിച്ചു വന്നാൽ പിന്നെ സാറേ ബില്ലെടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അടക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന്. നേരെ മൂപ്പർ എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു സ്ട്രോബെറി ലസ്സി ഉണ്ട്, അത് അടിപൊളിയാണെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് പറഞ്ഞ് ഇങ്ങോട്ട് എടുത്തോന്ന്. ആ ഐറ്റമാണ് ഈ ഐറ്റം. നല്ല കട്ട തൈരും ഫ്രഷ് സ്ട്രോബെറിയും പിന്നെ കരിമ്പ് ജ്യൂസും, ഇത് 3ഉമാണ് ആ ലസ്സിയിലുള്ള മെയിൻ ഐറ്റംസ്. അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷമോ പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ അത്യാവശ്യം കുറച്ച് പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ടും കരിമ്പും കൂടി ഒരുമിച്ച് വരുന്നൊരു ഡ്രാഗൺ പാഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വെറും പേപ്പർ മറ്റ കഴിക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ. ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ തന്നെയായിരുന്നു അതിലെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ സംഭവം കൊള്ളായിരുന്നേ. അതിന് ശേഷം ഒരു കുക്കുംബർ കെയിൻ പറഞ്ഞ് കരിമ്പിൻ ജ്യൂസും പിന്നെ കക്കിരിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഐറ്റം, നല്ല റിഫ്രഷിങ് ആയിരുന്നു അത്. പിന്നെ കച്ചാ മാങ്ങ കാന്താരി കെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തതിനെ. ഇതിൽ പച്ചമാങ്ങ വരുന്നുണ്ട്, നെല്ലിക്ക വരുന്നുണ്ട്, മിൻറ്റ് വരുന്നുണ്ട്, പിന്നെ ഇഞ്ചി വരുന്നുണ്ട്,
പിന്നെ കാന്താരി വരുന്നുണ്ട് കേട്ടോ. ഇതൊരു സിപ്പ് എടുത്തവരുണ്ടല്ലോ, ഭയങ്കര ഒരു ഇലക്ട്രിഫൈങ് ഫീലായിരുന്നു. ഒരു ഗ്ലാസും കൂടെ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അവസാനം ഒരു നോർമൽ കരിമ്പ് ജ്യൂസും ട്രൈ ചെയ്തേ. ഇതിന് 35 റുപ്യാണ് റേറ്റ്. സാധാരണ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കഴിക്കാനും 30-35 രൂപ കൊടുക്കണം. ഇവിടെ എ സിയിൽ വന്നിരുന്ന് കുടിക്കാനും 35 രൂപ മാത്രമേ കൊടുക്കണ്ടൂ. അപ്പോൾ പിന്നെ കരിമ്പിൻ ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ചുമരമ്മിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്രിക്കറ്റ് റിലേറ്റഡ് ഫോട്ടോ ഫ്രെയിംസും ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോളിൻ്റെ ഉണ്ട്. ഇതാണ് എൻ്റെ ഇവിടെ ആയ ടോട്ടൽ ബില്ല്. ഇനി സ്പോട്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. തലശ്ശേരിയിൽ നിന്ന് NCC റോഡ് കയറിയപാട് ഒരു PK ഐ കെയർ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്പോട്ടിൻ്റെ പേര് ഹെൽത്തി കെ എന്നാണ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഫെസിലിറ്റിയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവർ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അതിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ കരിമ്പ് ഭയങ്കര ഹെൽത്തിയൊക്കെ തന്നെ. പക്ഷേ ഞാനിപ്പം കുടിച്ച പോലെ കുടിക്കാതിരിക്കുക. അത് അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുടിയല്ല കേട്ടോ. പിന്നെ നമുക്ക് അമ്പലവും പള്ളിയൊന്നും ഇല്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോയതൊരു അമ്പലത്തിലോട്ടാണ്. പക്ഷേ അമ്പലത്തിലോട്ടല്ല, ഒരു കാവിലോട്ടാണ്. ഇത് കിഴുന്ന ശ്രീ മുച്ചിലോട്ട് കാവേ. ഇവിടെ നിന്നായിരുന്നു ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത് കേട്ടോ. അങ്ങനെ ആ പ്ലേറ്റുമായിട്ട് ക്യൂവിൽ പോയി ആടെ നിന്ന് ലേശം ചോറ് വാങ്ങിച്ചിട്ടുണ്ട്, നാരങ്ങക്കറി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പച്ചടി ഉണ്ട്, സാമ്പാറുണ്ട്. ഇപ്പം അതിൻ്റെ മേലെ ഒഴിച്ചത് പരിപ്പാണ്. സാമ്പാർ ലേശം കുറഞ്ഞു പോയെന്ന് തോന്നിയോണ്ട് ലേശം കൂടെ സാമ്പാർ വാങ്ങിച്ച് പിന്നെ ഒരു പപ്പടം കൂടെ വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ അവിടെ പോയി ഇരുന്നിട്ട് പ്ലേറ്റും അവിടെ മേശമേൽ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ. അപ്പോൾ ആ ചൂടൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലേശം പച്ചടി എടുത്തിന് ചോറും സാമ്പാറും പിന്നെ പരിപ്പ് കറിയും പപ്പടവും പച്ചടി നാരങ്ങക്കറിയും എല്ലാം കൂടെ കൂട്ടിക്കുവച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചേ. ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഞാൻ മെല്ലെ തലയിലും മുന്തിച്ചിട്ട് ആടികിടിയെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പായസം ഉണ്ടോയെന്ന്. പായസമൊന്നും ആരും അങ്ങനെ എടുക്കുന്നതും കുടിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്തിരുന്ന ആളെ ഒന്ന് നോക്കിയാട്ടോ. അയാളും എന്നെപ്പോലെ ഒന്ന് തപ്പി തടഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പായസമില്ലാന്ന് മനസ്സിലായി. അങ്ങനെ മുഴുവനായിട്ട് ഭക്ഷണമെല്ലാം അങ്ങോട്ട് കഴിച്ച് പ്ലേറ്റെല്ലാം കഴുകിയിട്ട് ആടെ ആട്ടിക്ക് വെച്ചിട്ട് കുറച്ച് നേരം കാവെന്ന് തിരിഞ്ഞ് കളിച്ച ശേഷവും ഞാൻ നേരെ വളപട്ടണം ശ്രീ മുച്ചിലോട്ട് കാവിലോട്ട് പോയേ. അവിടെ അന്നത്തെ ദിവസമായിരുന്നു കേട്ടോ ഉത്സവം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടാവും. കാവിൽ നല്ല തിരക്കായിരുന്നു. ആടെയും ഞാൻ നേരെ പോയിട്ട് ഒരു പ്ലേറ്റും എടുത്തിട്ട് ക്യൂവിൽ തന്നെയാണ് കേട്ടോ പോയി നിന്നത്. ഇവിടെ ഉത്സവ ദിവസമായതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ നീളം ഭയങ്കര കൂടുതലായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ നേരം ക്യൂവിൽ നിന്ന ശേഷം ഊട്ടുപുരേൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ചോറുണ്ട്, സാമ്പാറുണ്ട്, പച്ചടി ഉണ്ട്, കൂട്ടുകറിയുണ്ട്, നാരങ്ങക്കറിയുണ്ട്, പിന്നെ അരിപ്പായസം ഉണ്ട്. അപ്പോൾ ആ ചൂട് വെള്ളക്കുറുവി അരിൻ്റെ ചോറും സാമ്പാറും പച്ചടിയും കൂട്ടുകറിയും എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ. അതിന് ശേഷം ആ പായസത്തിൻ്റെ ആ സൈഡ് ഉണ്ടല്ലോ, ആടുന്ന് ലേശം ചോറും സാമ്പാറും പിന്നെ പച്ചടിയും നാരങ്ങക്കറിയും പായസവും കൂടെ കൂട്ടി കുഴച്ചിട്ടും കഴിച്ചു നോക്കിനെ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അവസാനം ലേശം പായസവും കൂടെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് നക്കി തുടച്ചിട്ട് അങ്ങോട്ട് കഴിച്ച്. പാൽപ്പായസം ഉണ്ടേനും പോലും, പക്ഷെ അത് തീർന്നു പോയിട്ടാണ്. പാൽപ്പായസം കൂടി ഉണ്ടെങ്കിൽ ആ പായസവും ഈ പായസവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടൊരു 1.5 പിടി ഉണ്ടേനും കേട്ടാ. പോട്ടെ. ഈടി എത്രയാ ഫുഡ് വേസ്റ്റ് ആയെന്ന് നോക്കിയാട്ടെ. ഇത് ശരിക്കും ഫുഡ് വാങ്ങിക്കുന്നവരെയല്ല പറയണ്ടേ, അത് വിളമ്പി കൊടുക്കുന്നവരെയാണ്.